ഞാനിത് ടെമുവിൽ കണ്ട ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഫോട്ടോ ഫ്രെയിമാണ്. നല്ല ക്യാച്ചി ആയിട്ട് തോന്നി. വാങ്ങിക്കണം എന്ന് വെച്ച് തന്നെ നോക്കിയതാണ്. പ്രൈസും റീസണബിൾ ആയിരുന്നു. ബട്ട് ഞാൻ വാങ്ങിയില്ല. ഇതിലും ചീപ്പായിട്ട് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാന്നൊരു തോന്നൽ. സോ ഇന്ന് ഇതുണ്ടാക്കുന്ന വീഡിയോയാണ്. എല്ലാവരും കാണുക, ഫുൾ വീഡിയോ കാണുക. നമുക്കെങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ? കമോൺ. എല്ലാത്തിനും ആധാരം കാർഡ്ബോർഡാണെന്ന് പറയുന്നത് പോലെ ഇതിനും മെയിൻ ഐറ്റം കാർഡ്ബോർഡ് തന്നെയാണ്. ബാക്കി പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അത് കാണുമ്പോൾ ഒരു പ്രചോദനമാണല്ലോ ഇനിയും വീഡിയോ ചെയ്യാനായിട്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇനി ഇവിടെ എന്താ നടക്കുന്നത്? മറ്റേ ഫ്ലോറൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത കാർഡ്ബോർഡിൽ വീണ്ടും നമ്മൾ 4 സൈഡ് ഒരു ഫ്രെയിം കൂടി സെറ്റ് ചെയ്യണം. കറക്റ്റ് സൈസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്യുക. ഇനി ആ ഒരു ഫ്രെയിം കവർ ചെയ്യാനായിട്ട് ഒരു യെല്ലോ ഷീറ്റ് എടുക്കുക. കാണാമോ വരച്ചത്? ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് ആ ഒരു സൈസിൽ തന്നെ പേപ്പറും കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളത് നേരെ കെയർഫുള്ളായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ചുളുങ്ങിയൊക്കെ പോവല്ലോ, വീണ്ടും ചെയ്യണ്ടല്ലോ, ഒറ്റ ടേക്കിൽ തന്നെ സെറ്റാക്കണമല്ലോ. പിന്നെ ആ കിടക്കുന്നതൊക്കെ എൻ്റെ പണി സാധനങ്ങളാണ്. അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അത് വേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ കൊടുത്ത് മേടിച്ച സ്ഥിതിക്ക് വീട്ടിലിരുന്ന് തുരുമ്പെടുത്ത് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന ക്ലേ ഉണ്ടല്ലോ, ആ സെയിം ക്ലേ തന്നെയാണ്. എയർ ഡ്രൈ ക്ലേ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഒരു എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു ക്ലേ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി ആ ഒരു ക്ലേ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. എളുപ്പത്തിൽ ചെയ്യാമെങ്കിലും നമ്മുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നിങ്ങനെ പരുവപ്പെടുത്തി എടുക്കണം. ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ശരിയാക്കാം. ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. സോ ഈ ഒരു തവണത്തേക്ക് എക്സ്ക്യൂസ് ചെയ്യണം. ഇനി നമ്മൾ ഓരോ ഫ്ലവറായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഞാനെന്ന് തോന്നുന്നു. ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. താഴെ നമ്മൾ ആ ലീവ്സൊക്കെ സെറ്റ് ചെയ്തു. സെയിം ആ ഫോട്ടോ ഫ്രെയിം റെഫറൻസ് വെച്ച് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ പെറ്റൽസൊക്കെ റെഡിയാക്കി എടുത്തത്. അതിനകത്ത് വെയിൻസൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഞാൻ യൂസ് ചെയ്ത ഗമ്മെന്ന് പറയുന്നത് ഫെവിക്കോൾ പോലത്തെ ഗമ്മാണ്. ഫെവിക്കോൾ പോലത്തെ ഗം യൂസ് ചെയ്താൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. വേറെ വെള്ളം പോലത്തെ ഒന്നും എടുക്കരുത്, അത് കൊള്ളൂല, നോട്ട് ഗുഡ്. സോ ഇപ്പം ഞാൻ ലീവ്സും ഒരു സൈഡും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയില്ല. കുറച്ച് പേർക്കേ ഞാൻ ആരാണെന്ന് അറിയുള്ളൂ. എൻ്റെ പേര് അഞ്ജലി. ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞു വാവയുണ്ട്. 3 years മുമ്പാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് 3 വീഡിയോസ് എന്തോ ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കുട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അതിൻ്റെ തിരക്കായി. കരിയർ ബ്രേക്കായി. കുഞ്ഞു വന്നതുകൊണ്ടല്ല, അവനെ എനിക്ക് ഡേ കെയറൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു. ബട്ട് പോയില്ല. വേറൊന്നും കൊണ്ടല്ല, അവന് ഫുൾ ടൈം ഞാൻ വേണം അങ്ങനത്തെ ഒരു തോന്നൽ കൊണ്ട് ഞാൻ പോയില്ല. ബാക്കി അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാമല്ലോ. ഈ ഒരു സമയം കൊണ്ട് അത് ഞാൻ ഫുൾ കവർ ചെയ്തു. ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലുണ്ട്. കാണാനൊക്കെ രസമുണ്ട്. അതുപോലൊക്കെ വന്നെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ പറയണം, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ? നോക്കിക്കേ, സെയിമായിട്ട് തോന്നുന്നില്ലേ? കുറച്ച് കളർ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇസു പൂന്തോട്ടത്തിലിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്രെയിം നമുക്കൊരു ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ.
അതിന് വേണ്ടിയിട്ട് അതിനൊരു സ്റ്റാൻഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ സ്റ്റേബിളായിട്ട് ഇരിക്കില്ല. സോ സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയും കൂടി ഒരു സെറ്റപ്പ് ചെയ്തു. ഈ സ്റ്റാൻഡ് ആക്ച്വലി മടക്കാനും എടുക്കാനും പറ്റില്ല എന്നേ ഉള്ളൂ, അത് സ്റ്റേബിളായിട്ടിരിക്കും. ഇത് ഞാൻ തന്നെ വരച്ച എൻ്റെ കുഞ്ഞു വാവയുടെ ഫോട്ടോയാണ്. അത് ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് പിക്ചർ മാറ്റുന്ന രീതിയിൽ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇതെന്തായാലും ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ആഹാ, അവനൊരു പൂന്തോട്ടത്തിലിരിക്കുന്നത് പോലുണ്ടല്ലേ. വാവ്, നൈസ്. നിങ്ങൾ പറയണം കേട്ടോ അതുപോലെ തന്നെ ഉണ്ടോയെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.